ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയിൽ വെക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. അപ്പോൾ നോമ്പ് സമയമല്ലേ, അതുകൊണ്ട് നമ്മൾ ഭക്ഷണ രീതിയും എല്ലാറ്റിനും ഒരു മാറ്റം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സാധാരണ വെക്കുന്ന പോലെ അല്ലല്ലോ ഇപ്പോൾ ഭക്ഷണ സാധനങ്ങളൊന്നും വെക്കുന്നത്. ഞാനപ്പോൾ ഫ്രിഡ്ജിൽ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒന്ന് ഒതുക്കി വെക്കുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. എല്ലാവർക്കും നമസ്കാരം. അത് നമുക്ക് വീഡിയോ കാണാം. ഈ നോമ്പ് സമയം ആയതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ എത്ര സ്ഥലം ഉണ്ടായാലും തികയില്ല. അപ്പം നമ്മൾ കൊടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിക്കും നമുക്ക് വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടും എങ്ങനെയാണ് അടക്കി വെക്കുക എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ആളുള്ള വീടായാലും ഇല്ലാത്ത വീടായാലും നമ്മൾ കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ നമ്മളോട് ചോദിക്കാതെ തന്നെ ആരാണ് അതിന് എടുക്കുന്നത് വെച്ചെങ്കിൽ നമ്മൾ സാധനം പറഞ്ഞാൽ അവർക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് എടുത്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നല്ലപോലെ എടുത്ത് വെക്കണം. നമ്മളൊരു 4 ദിവസത്തിനുള്ള പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലുമാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിയുന്നതനുസരിച്ചുള്ള സാധനങ്ങളാണ് വീണ്ടും വാങ്ങിക്കുക. ഇവിടെ നോമ്പ് സമയത്ത് എല്ലാവർക്കും ഫ്രൂട്ട്സും വെള്ളം നിർബന്ധം. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള സാധനങ്ങളോടൊക്കെ ആവശ്യമുള്ളൂ. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഫ്രൂട്ട്സും വെള്ളമൊക്കെ വെക്കണതിൻ്റെ കൂടെ പണ്ട് കാലത്ത് പായസം ആദ്യം മേശയുടെ മുകളിൽ എത്തിയിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ പായസമൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. എപ്പോഴെങ്കിലും 1-2 ദിവസങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. മധുരം കഴിയുന്നതും നമ്മൾ കുറക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും വെള്ളവും ഫ്രൂട്ട്സും ഒരു ജ്യൂസൊക്കെ ഇല്ലാതെ നമുക്ക് നോമ്പ് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടല്ലേ. ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഞാൻ പുതിയ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ അടക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാസം കൂടുതലായിട്ടും ഫ്രൂട്ട്സും പച്ചക്കറിയും തന്നെയാണല്ലോ ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. അപ്പോൾ ഫ്രിഡ്ജിലുള്ള സ്ഥലത്ത് ഞാൻ അത് വൃത്തിക്കും കൃത്യമായിട്ടും എല്ലാവർക്കും എടുക്കാൻ കിട്ടുന്ന രീതിയിലാണ് വെക്കുന്നത്. ചെറുനാരങ്ങ ഞാനൊരു പച്ച പാത്രത്തിലാണ് സാധാരണ വെക്കാറിട്ട. നോമ്പായതുകൊണ്ട് ഇതേപോലെ ഒരു കാണുന്ന പാത്രത്തിലാണ് വേഗത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറിയും ഇവിടെ നമ്മൾ ചിരങ്ങ അല്ലെങ്കിൽ കുമ്പളങ്ങയുടെ ചള്ള് കുമ്പളങ്ങയില്ല, അത് പയർ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നോമ്പിന് ഉപയോഗിക്കാറ്. മീൻ കഴിയുന്നതും വാങ്ങിക്കാറില്ല. മീൻ എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെ വാങ്ങുള്ളൂ. സ്ഥിരമായിട്ട് മീൻ വാങ്ങാറില്ല നോമ്പിന്. വീട്ടിലിവിടെ ഇപ്പോൾ ആരുമില്ല, അതുകൊണ്ട് ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ മതിയായിരിക്കും. ആകെ 2 പേര് മാത്രമേ ഉള്ളൂ. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇതേപോലെ വൃത്തിക്ക് നമ്മൾ സാധനങ്ങളൊക്കെ കിട്ടുന്നിടത്ത് വെക്കുകയാണെങ്കിൽ സ്കൂളിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വന്നിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ എല്ലാം കട്ട് ചെയ്യലും അതേപോലെ നോമ്പറക്കുമ്പോൾ അധികം തിരക്കില്ലാതെ എല്ലാം ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം ഫ്രിഡ്ജിൽ ഇതേപോലെ ഫ്രൂട്ട്സുകളും പച്ചക്കറികളൊക്കെ അടക്കി വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വാങ്ങിച്ചിട്ട് റെഡിക്ക് വെച്ചാൽ മതിയല്ലോ. അപ്പം വന്നാൽ നമുക്ക് ഏതാ ബോക്സ് വെച്ചെങ്കിൽ അത് വേഗത്തിൽ എടുക്കാൻ പറ്റുമല്ലോ. ഫ്രിഡ്ജ് സ്റ്റോർ റൂമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോറ് തുറന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കൽ ഇത്തിരി നമുക്കവിടെ നിൽക്കാനും കൂടി ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതാണ് വീഡിയോ ഇങ്ങനെ എടുക്കുന്നത്. നമുക്ക് ട്രൈപോഡ് വെക്കാനും ബുദ്ധിമുട്ടാണ്.
ഫ്രൂട്ട്സൊക്കെ നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ കട്ട് ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെക്കാറാണ് സാധാരണ ചെയ്യാറ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ നോമ്പിൻ്റെ അന്നാണ് ഞാൻ ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ അടക്കി വെച്ചത്. ഇത് രണ്ടാമത്തെ നോമ്പിൻ്റെ അന്നാണ് ഞാൻ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് ഇതൊക്കെ തന്നെയാണ് ജോലി. നോമ്പിന് എല്ലാവർക്കും തിരക്കും സമയമില്ലായ്കയൊക്കെ ആയിരിക്കും. നമുക്ക് പ്രാർത്ഥനകൾ കൂടുതലല്ലേ. മറ്റേ നോമ്പല്ലെങ്കിൽ നമുക്ക് രാത്രി നമസ്കാരമൊന്നും ഇല്ലല്ലോ. അതൊക്കെ കൂടെ ആകുമ്പോൾ ആർക്കും സമയമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ജോലിക്ക് പോകേണ്ടവർക്കൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യത്തിന് കൊണ്ട് നടക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിക്കും നമുക്ക് കിട്ടുന്നിടത്തും വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ വന്നിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.